പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാതെ നോട്ട് നിരോധനത്തിൽ അവകാശവാദവുമായി പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് പുറത്ത് സംസാരിക്കേണ്ടി വന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ന്യായീകരണം. ബാങ്കുകളിൽ ക്യൂ നിന്ന് സമയം കളയാതെ മൊബൈൽ വാലറ്റുകൾ ഉപയോഗിക്കാൻ ജനങ്ങളോട് മോദിയുടെ ആഹ്വാനം. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്ന വലിയൊരു വിഷയം ഇത് തന്നെയാണ്. പാർലമെന്റിൽ മോദി സംസാരിക്കുന്നില്ല, പകരം ട്വീറ്റുകളായി ഈ വിഷയത്തെ ന്യായീകരിക്കുന്നു. ഒപ്പം തന്നെ ഒരുപക്ഷെ അതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിലാണ് ഇന്നും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുയോഗത്തിൽ നോട്ട് നിരോധന വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്? സൗമ്യ, നോട്ട് വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കിയതിനിടയിലാണ് വീണ്ടും പൊതുചടങ്ങിൽ നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ലോക്സഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജനസഭയിൽ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജനങ്ങൾ ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ ക്യൂ നിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ഉപദേശിച്ചു. പകരം ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളിലേക്ക് ചുവടുമാറണമെന്നും ആവശ്യപ്പെട്ടു. ഇത്തരം ഡിജിറ്റൽ എക്കോണമിക്ക് സമൂഹമാണ് പിന്തുണ നൽകേണ്ടതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സർക്കാർ നോട്ട് പിൻവലിക്കൽ തീരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നടപ്പാക്കിയതെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ പ്രധാന ഭാഗം. അതോടൊപ്പം സഭാ നടപടി സുഗമമാക്കണമെന്ന് രാഷ്ട്രപതി തന്നെ പ്രസ്താവന മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. നേരത്തെ താൻ പറഞ്ഞതുപോലുള്ള 50 ദിവസത്തെ സമയം ഈ സർക്കാരിന് വേണം. ഇതിനുശേഷം രാജ്യം എങ്ങനെ മാറുമെന്ന് കണ്ടറിയുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. തീവ്രവാദവും നക്സലിസവും തഴച്ചു വളരുന്ന രാജ്യത്ത് അതിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 100, 50, 20 രൂപ നോട്ടുകൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ പൊതുചടങ്ങിലെ പ്രസ്താവനയും വരുന്ന സഭാ ദിനങ്ങളിലും പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. സൗമ്യ, മനു, അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിൽ ഈ വിഷയം സംസാരിക്കും. ഇവിടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് പാർലമെന്റിൽ ഈ വിഷയം വോട്ടോട് കൂടി ചർച്ച ചെയ്യണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ, അതായത് പ്രധാനമന്ത്രി വീണ്ടും പൊതുയോഗത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, മൊബൈൽ ആപ്പ് വാലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വിഷയം കൂടുതൽ ദുർഘടമാക്കില്ലേ ഇനിയുള്ള നിമിഷങ്ങളിലും? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തണം. കാരണം ഈ സഭാ നടപടി ശീതകാല സമ്മേളനം ആരംഭിച്ച വേളയിൽ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്, ആദ്യം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം, പ്രധാനമന്ത്രി സഭയ്ക്കകത്ത് എത്തി ചർച്ച നടത്തണം എന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് പ്രധാനമന്ത്രിയും അതോടൊപ്പം കേന്ദ്ര സർക്കാരും അംഗീകരിച്ചില്ല. ഇതിനുശേഷമാണ് ലോക്സഭയിൽ ഇക്കാര്യത്തിൽ ഒരു വോട്ടെടുപ്പോട് കൂടി ചർച്ച വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ ഉന്നയിച്ചത്. പക്ഷേ ചില പ്രതിപക്ഷ കക്ഷികൾ SYC അടക്കം ചില പ്രതിപക്ഷ കക്ഷികളും മറ്റും മാറി നിൽക്കുന്നു. ഇത്തരം വോട്ടെടുപ്പ് ഒരു ചർച്ച വേണ്ട എന്ന നിലപാടാണ് ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ സുമിത്ര മഹാജൻ ഈ ഒരു തീരുമാനം അംഗീകരിക്കാതിരുന്നതും. ഇതിനുശേഷം പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം ശക്തമാക്കി പാർലമെന്റിന് പുറത്തു പോലും പ്രതിഷേധവും പ്രക്ഷോഭവും ശക്തമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം കയ്യിൽ കറുത്ത ബാഡ്ജും മറ്റും ധരിച്ചാണ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പ്രതിഷേധം ഉയർത്തിയത്. ഈ സഭയ്ക്ക് അകത്ത് മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല, ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല, പകരം സഭയ്ക്ക് പുറത്തെ പൊതുചടങ്ങുകളിൽ മറുപടി പറയുന്നു. ഇത് പാർലമെന്റിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്നലെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇപ്പോൾ ഗുജറാത്തിലെ പൊതുചടങ്ങിൽ തന്നെ നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും ഈ പ്രസംഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. കള്ളപ്പണം കയ്യിലുള്ളവരാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുന്നത്. ഈ പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ഈ സഭയ്ക്കകത്ത് സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്നതും അവരുടെ പക്കൽ കള്ളപ്പണം ഉള്ളതുകൊണ്ടാണ്. ഈ കള്ളപ്പണം ഉള്ളതുകൊണ്ടാണ് വേദന പ്രകടിപ്പിക്കുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. അതിനാൽ തന്നെ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി വരുന്ന സഭാദിനങ്ങളിലും പ്രതിപക്ഷം ആരോപണങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത. സർക്കാർ പക്ഷേ ആദ്യം മുതൽക്കേ തുടരുന്ന ഈ എതിർ നിലപാട്, ഈ പ്രതിഷേധം പോലും വകവയ്ക്കാതെയുള്ള നിലപാട് ഇനിയും തുടരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി കൂടിയേ ഉപയോഗിക്കാനാകൂ. ഇന്നു മുതൽ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. എന്നാൽ ATMകൾ നിറച്ചിട്ടുണ്ടെന്ന് ബാങ്കുകൾ അറിയിച്ചു. പേപ്പർ നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കാനുള്ള നിർദ്ദേശം RBI അംഗീകരിച്ചതായി ധനകാര്യ സഹമന്ത്രി പറഞ്ഞു.
ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ആവർത്തിച്ച നടി ഗൗതമി. ശാരീരികമായി ഏറെ തളർന്ന അവസ്ഥയിലായിരുന്ന ജയയുടെ ചികിത്സയിലടക്കം തീരുമാനങ്ങൾ എടുത്തത് ആരാണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ടെന്ന് ഗൗതമി പറഞ്ഞു. നാളെ കൊച്ചിയിൽ നടക്കേണ്ട ISL ഫൈനൽ മത്സരങ്ങളെ ചൊല്ലി തർക്കം. കൊച്ചി സ്റ്റേഡിയത്തിന് കൂടുതൽ വാടക ആവശ്യപ്പെട്ട് GCDA രംഗത്ത്. എന്നാൽ കൂടുതലായി ആവശ്യപ്പെട്ട തുക നൽകാനാകില്ലെന്ന് ISL അധികൃതർ. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഈ തർക്കത്തിന്റെ അടിസ്ഥാനം? വിവരങ്ങൾ. സൗമ്യ, നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി ഡൈനാമോസ് സെമി ഫൈനൽ മത്സരം നടക്കാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയം തന്നെയാണ്. ഈ വേളയിലാണ് GCDA നേരത്തെ ഉള്ള കരാറിൽ നിന്ന് ഭിന്നമായിട്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് GCDA മുന്നോട്ട് പോകുന്നത് എന്നാണ് ISL അധികൃതർ പറയുന്നത്. എന്നിരുന്നാൽ കൂടി വളരെ നിർണായകമായിട്ടുള്ള ഈ മത്സരങ്ങൾ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദവും ഒരു വാക്ക് തർക്കവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. GCDA ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ 1 ലക്ഷം രൂപ ഒരു മത്സരത്തിന് എന്ന രീതിയിലായിരുന്നു നൽകിയിരുന്ന വാടക. എന്നാൽ ഇനി സെമി ഫൈനലിന് 5 ലക്ഷം രൂപയും ഫൈനലിന് 18 നടക്കുന്ന ഫൈനൽ മത്സരത്തിന് 10 ലക്ഷം രൂപയും വാടക ഇനത്തിൽ ലഭ്യമാകണം എന്നുള്ളതാണ് പ്രധാനമായും GCDA ISL അധികൃതരോട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരത്തിനിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത നിരവധി പേർക്ക് കളി കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മറ്റു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റേഡിയത്തിന് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ പുറപ്പെടുകയും പലരിൽ നിന്ന് അത്തരത്തിലുള്ള കാണികളുടെ ഭാഗത്തുനിന്ന് അക്രമാസക്തരാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും നിരവധി കസേരകൾ അവിടെ തകർക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ഇത്തരം സംഭവങ്ങളും അതോടൊപ്പം സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചയും ഉണ്ടായി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ രീതിയിൽ GCDAക്ക് ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളിൽ വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം GCDA ഒരിക്കലും ഏറ്റെടുക്കില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൃത്യമായി ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഏകദേശം 1.5 ലക്ഷത്തോളം പേരാണ് ഇവിടെ എത്തിയിരുന്നത്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് തന്നെ ഇത്രയും പേര് എത്തുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ ഔദ്യോഗിക കണക്കുകളേക്കാൾ കൂടുതൽ പേർ അവിടെ എത്തുന്നുണ്ട് എന്നാണ് GCA പറയുന്നത്. GCDA ഇത്തരത്തിലുള്ള ആവശ്യം, അതുകൊണ്ട് തന്നെ GCDA പറയുന്ന ഈ ഒരു കാരണത്തിൽ ഈ തുക അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ 1 ലക്ഷം രൂപ എന്നുള്ളത് ഈ ഔദ്യോഗിക കണക്കുകൾ അവർ കുറച്ച് കാണിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമാകുന്ന വാടക കുറയ്ക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ നൽകേണ്ടതില്ല എന്ന തരത്തിൽ വരുത്തുന്നതിന് ഭാഗമായാണ് ഇത്തരത്തിൽ കാണികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുന്നത് എന്നുള്ള ഒരു ആക്ഷേപം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ISL അധികൃതരും GCDAയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുകയാണ്. ഈ കൂടുതൽ വാടക ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സെമി ഫൈനലിന് 5 ലക്ഷവും ഫൈനൽ മത്സരത്തിന് 10 ലക്ഷവും വേണം എന്ന് ആവശ്യപ്പെട്ടതോടൊപ്പം തന്നെ ഒരു കരുതൽ തുകയായിട്ട് 25 ലക്ഷം രൂപ നൽകണം. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, കസേരകൾ നശിപ്പിക്കുന്നു, സുരക്ഷാ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇതുകൊണ്ട് തന്നെ കരുതൽ തുക എന്ന രീതിയിൽ 25 ലക്ഷം രൂപ നൽകണം. അതോടൊപ്പം തന്നെ അവിടുത്തെ വൈദ്യുതിയുടെ ബില്ല് അടക്കുന്നതിന്റെ ഭാഗമായിട്ട് 4 ലക്ഷം രൂപ അധികം നൽകണം എന്നുമാണ് GCDA ISL അധികൃതരോട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. എന്നാൽ നേരത്തെ ഉണ്ടാക്കിയ കരാറുകൾക്ക് ഇത് വിരുദ്ധമാണ് എന്നും അതുകൊണ്ട് തന്നെ GCDA ഇപ്പോൾ മുന്നോട്ട് വെച്ച ഈ ആവശ്യത്തോട് ഒരിക്കലും ഒരു അനുകൂല നിലപാട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുമാണ് ISL അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വാടക കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടന്നു വരികയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പോകുമ്പോൾ തന്നെ നാളെ നടക്കുന്ന ഈ സെമി ഫൈനലും 18 നടക്കാവുന്ന ഫൈനൽ മത്സരത്തിനും ഒരർത്ഥത്തിലുമുള്ള തടസ്സം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യവും GCDA വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സമീർ, ഇനി ഈ വിഷയം അങ്ങനെ പരിഹരിക്കപ്പെടും. പ്രത്യേകിച്ച് നാളെ മത്സരങ്ങൾ നടക്കാനിരിക്കുന്ന ഒരു സുപ്രധാനമായ ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുക? ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസുകൾ ഉണ്ടാകുമോ? അതിനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ ISLന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിൽ അവർ ഉയർത്തി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മത്സരങ്ങൾ കൊച്ചി കലൂർ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി നിശ്ചയിക്കപ്പെടുകയും തുടർന്ന് ഈ മത്സരങ്ങളുടെ ഷെഡ്യൂളുകൾ വരികയും ചെയ്തു. അതനുസരിച്ച് ഓരോ മത്സരത്തിനും 1 ലക്ഷം രൂപ എന്നുള്ളതായിരുന്നു GCDAയുമായി ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് നൽകേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1 ലക്ഷം രൂപയിൽ തന്നെ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാട് തന്നെയാണ് ISL അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ അത് മതിയാകില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലേക്ക് GCDAയും പോകുന്നു. ഇത്തരത്തിലുള്ള തർക്കം മുറുകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കൂടുതൽ വാടക നൽകാൻ എന്തെങ്കിലും
വകുപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ISL അധികൃതർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സരങ്ങൾ ഒരിക്കലും മുടങ്ങില്ല എന്നുള്ള കാര്യം GCDAയും ഉറപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ച് തന്നെ മത്സരങ്ങൾ അപ്രകാരം തന്നെ നടക്കും. പക്ഷേ തങ്ങൾക്ക് വാടക ഇനത്തിൽ കൂടുതൽ തുക കിട്ടിയേ മതിയാകൂ എന്ന നിലപാടിൽ GCDA ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഏത് വിധത്തിലേക്ക് അത് പരിഹരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ എടുത്ത നിലപാട്, അതായത് നേരത്തെ ഉണ്ടായിട്ടുള്ള കരാർ അനുസരിച്ച് 1 ലക്ഷം രൂപയാണ് ഒരു മത്സരത്തിൽ നൽകേണ്ടത്. അത് ഈ ലീഗ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിനകത്ത് സെമി ഫൈനലെന്നോ ഫൈനലെന്നോ പ്രത്യേകമായിട്ട് കാണിക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി സെമി ഫൈനലിലും ഫൈനലിലും കൂടുതൽ തുക വേണം എന്നുള്ള GCDയുടെ ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ കരാർ അടിസ്ഥാനത്തിലുള്ള 1 ലക്ഷം രൂപയിൽ കൂടുതൽ നൽകില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ ISL അധികൃതർക്കും ഉണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്നം ഇനി ഏത് വിധത്തിലേക്ക് അത് പരിഹരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ GCDയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ISLന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. എന്തായാലും മത്സരങ്ങളെ ഒരർത്ഥത്തിലും അത് ബാധിക്കില്ല എന്നുള്ള കാര്യം ഇരു വിഭാഗവും ഉറപ്പ് നൽകുന്നുണ്ട്. സമീറാണ് വിവരങ്ങൾ നൽകിയത്. നാളെ കൊച്ചിയിൽ ISL സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കാനിരിക്കെ മത്സരങ്ങളെ ചൊല്ലിത്തർക്കം. കൊച്ചി സ്റ്റേഡിയത്തിന് കൂടുതൽ വാടക GCDA ആവശ്യപ്പെടുന്നു. എന്നാൽ കൂടുതലായി ആവശ്യപ്പെട്ട തുക നൽകാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ISL അധികൃതരുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇടനാഴിയിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹത. VVIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കിയതിലും സംശയം ഉണരുന്നു. മുഖ്യമന്ത്രിയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിനം തൊട്ട് മരണം വരെ നീണ്ടു നിൽക്കുന്ന നാളിൽ ശശികലയും അനുചരരും സ്വീകരിച്ച നടപടികൾ. ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായതെന്നാണ് വിവരം. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ, പരിചാരകരായ നഴ്സുമാർ ഇവരാരെന്നും എന്തെന്നും ആശുപത്രി അധികാരികൾ ഇനിയും വ്യക്തമാക്കുന്നില്ല. ജയലളിതയുടെ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും ഉറ്റതോഴി ശശികലയ്ക്കും മാത്രമാണ്. എല്ലാ നിയന്ത്രണങ്ങളും ഇവർക്കാണെന്നിരിക്കെ ഇവർ ഇരുവരും ഇതിനൊന്നും തൃപ്തികരമായ വിശദീകരണം നൽകുന്നുമില്ല. സഹോദരപുത്രി കൂടിയായ ദീപ ജയകുമാർ പലയാവർത്തി ജയലളിതയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ശശികലയുടെ നിർദ്ദേശത്തെ തുടർന്ന് അനുമതി നിഷേധിക്കപ്പെട്ടു. ഡിസംബർ 5 മുമ്പ് ജയലളിത മരണപ്പെട്ടു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നത് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും ADMK വൃത്തങ്ങളുടെ മൗനം കൂടുതൽ സംശയം വർദ്ധിപ്പിക്കുന്നു. എംബാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. VVIP കൂടിയായ ജയലളിതയെ പോസ്റ്റ്മോർട്ടം കൂടാതെ അടക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മൗനാനുമതിയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജയലളിത ജീവിതത്തിന്റെ അവസാന കാലത്ത് ശക്തിയുക്തം എതിർത്ത ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനുമായി വീണ്ടും അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ADMK അണികളിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മറപിടിക്കാനാണ് കഴിഞ്ഞ ദിവസം നടന്ന കുടുംബയോഗത്തിൽ താൽക്കാലികമായെങ്കിലും തന്റെ ബന്ധുക്കൾ ഭരണത്തിൽ ഇടപെടരുതെന്ന് ശശികല നിർദ്ദേശം നൽകിയത്. പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ശശികല ഇത്തരത്തിൽ പെരുമാറിയതെന്നും അധികം വൈകാതെ തന്നെ പഴയ മന്നാർഗുഡി മാഫിയ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഭരണത്തിൽ പിടിമുറുക്കുമെന്നുമാണ് ചെന്നൈയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ മുൻ വ്യോമസേന മേധാവി SP ത്യാഗിയെ ഇന്ന് ദില്ലിയിലെ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. ത്യാഗിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളെയും കോടതിയിൽ എത്തിക്കും. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, എപ്പോഴേക്കാണ് കോടതിയിൽ ഹാജരാക്കുക? ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ എങ്ങനെയാണ്? സൗമ്യ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മുൻ വ്യോമസേന മേധാവി SP ത്യാഗി, അതോടൊപ്പം അഭിഭാഷകൻ ഗൗതം ഖേതാൻ, ബന്ധു കൂടിയായ സഞ്ജയ് ത്യാഗി അടക്കമുള്ളവരെ CBI അല്പസമയങ്ങൾക്കകം ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് അഴിമതി കേസിൽ വ്യോമസേന മുൻ മേധാവി SP ത്യാഗിക്ക് ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ ഉണ്ട് എന്നാണ് CBI അവകാശപ്പെടുന്നത്. ഇതിന്റെ ചില രേഖകളും CBIയുടെ പക്കലുണ്ട് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് CBI
കസ്റ്റഡിയിലേക്ക് കടന്നതെന്ന് CBI വക്താവ് തന്നെ അറിയിച്ചിട്ടുമുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നൊരു ആവശ്യം CBI കോടതി മുമ്പാകെ ആവശ്യപ്പെടുമെന്നാണ് അറിയുന്നത്. അതിവിശിഷ്ട വ്യക്തികളുടെ യാത്രയ്ക്കായി അഗസ്റ്റ ബസ് സ്റ്റാൻഡിൽ നിന്ന് 12 ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള 3600 കോടി രൂപയുടെ കരാർ നടപ്പാക്കിയത് അന്ന് വ്യോമസേനാ മേധാവി SP ത്യാഗി അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ്. എന്നാൽ ഈ ഒരു ഇടപാടിൽ 362 കോടിയുടെ കോഴ നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണങ്ങൾ വന്നിരുന്നത്. അഗസ്റ്റ കമ്പനിയെ സഹായിക്കാൻ നിബന്ധനകളിൽ മാറ്റം വരുത്തി ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററാക്കി കുറച്ചതും വ്യോമസേന മേധാവിയായി SP ത്യാഗി അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറ്റലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴും അന്ന് ഒരു ഇടനിലക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നതും ഒരു കുടുംബത്തിന്, ഇന്ത്യയിലെ ഒരു സൈനിക മേധാവിയുടെ കുടുംബത്തിന് ഈ ഒരു ഇടപാടിൽ ബന്ധമുണ്ടെന്നും കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ടർ ഇത് ആരെന്ന് ചോദിച്ചപ്പോൾ ത്യാഗിയുടെ കുടുംബമെന്ന് പറഞ്ഞിരുന്നു എന്നുമാണ് CBI ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളും CBIക്ക് ലഭിച്ചു എന്നാണ് അറിയുന്നത്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് CBI കടക്കുന്നത്. SP ത്യാഗിയുടെ മറ്റു ചില സഹോദരന്മാരെ കൂടി ഇപ്പോൾ CBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്കുമേൽ അല്പസമയങ്ങൾക്കകം അറസ്റ്റ് കൂടി CBI രേഖപ്പെടുത്തിയേക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ കൂടി ഇന്ന് തന്നെ കോടതിയിലേക്ക് ചിലപ്പോൾ CBI എത്തിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മുൻ വ്യോമസേന മേധാവി SP ത്യാഗിയെ ദില്ലി പട്ടേൽ ഹൗസ് കോടതിയിൽ CBI ഹാജരാക്കും. സൗമ്യ. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഫെഡറൽ ബാങ്കിൽ തീപിടുത്തം. ആളപായമില്ല. നിരവധി ഫയലുകളും നിർണായക രേഖകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. അഗ്നിശമന സേനയെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിച്ചതുമൂലം ആലപ്പുഴ നഗരത്തിലെ കുടിവെള്ളം മുട്ടി. ഒരു സ്വകാര്യ കമ്പനിയുടെ കേബിൾ ഇടുന്നതിനിടെയാണ് പൈപ്പുകൾ പൊട്ടിയത്. അനധികൃതമായ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് നിർത്തിവെക്കാൻ പൊതുമരാമത്ത് നിർദ്ദേശം നൽകി. നഗരസഭാ പരിധിയിലുള്ള റോഡ് കുഴിക്കുന്നതിനിടയിലാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിയത്. നഗരസഭയുടെ അനുവാദമില്ലാതെ ഒരു വൻകിട കമ്പനിയുടെ കേബിൾ ഇടുന്നതിനിടയിലാണ് റോഡ് കുഴിച്ചത്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പുകൾ തകർന്നിട്ടുണ്ട്. നഗരസഭാ പരിധിക്കുള്ളിൽ ഇത്തരം കേബിൾ സ്ഥാപിക്കുന്നതിനെതിരെ കൗൺസിലർമാർ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എങ്കിലും ഈ എതിർപ്പുകൾ അവഗണിച്ചാണ് UDF ഭരിക്കുന്ന നഗരസഭ കേബിൾ ഇടുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇല്ല, മുനിസിപ്പാലിറ്റി കേബിളിങ്ങിന് ഇങ്ങനെ കൊടുത്തിട്ടില്ല. മുനിസിപ്പൽ റോഡ് പൊളിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല. PWDയുടെ സൈഡിൽ ചെയ്യുന്നുണ്ട്. റിലയൻസിന് കൊടുത്തിട്ടില്ല. അതിനിപ്പോൾ ഭയങ്കര തർക്കം നടന്ന് നമ്മൾ അവരുടെ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പൈപ്പുകൾ തകർന്നതോടെ നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ കൂടി പൊട്ടിത്തകർന്നതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി. അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി കൈക്കൊള്ളണമെന്നുമുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത്. 2013-14 കാലഘട്ടത്തിലെ മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട 1,87,00,000 രൂപ ബോർഡ് ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിയത് അന്യായമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് നടപടിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത് റിപ്പോർട്ടും നൽകി. ഹൈക്കോടതിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ബോർഡ് അധികൃതർ തന്നെ പൂഴ്ത്തിയത്. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെയായിരുന്നു ഈ നടപടി. ശബരിമലയിൽ ആവശ്യത്തിലധികം പാത്രങ്ങൾ ഉള്ളപ്പോൾ പുതിയവ വാങ്ങിയത് അന്യായമാണെന്നായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തുകയും കമ്മീഷണറെയും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെയും അന്വേഷണത്തിന് ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഇവർ യോഗം ചേർന്നിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ബോർഡ് പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്ന് 2007 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞെങ്കിലും അതും പാലിച്ചിട്ടില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തന്നെ അഴിമതി കണ്ടെത്തിയ സ്ഥിതിക്ക് സംസ്ഥാന വിജിലൻസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. കോടികളുടെ അഴിമതി അന്വേഷണ ഫയലുകൾ കമ്മീഷണർ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. വിജേഷ് നടുവിൽ, സന്നിധാനം.